ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കോടതി ശരിവെച്ചു. സർക്കുലർ റദ്ദാക്കണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം കോടതി തള്ളി. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിന്യായമായി ഇത് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൽ സമരം തുടങ്ങാൻ യൂണിയനുകൾ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഹൈക്കോടതി വിധി. വിശദാംശങ്ങൾ എന്താണ്? അല്പസമയം മുമ്പാണ് ജസ്റ്റിസ് കൗസർ എടപ്പാളത്തെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ ഹർജിയിൽ ഒരു കൂട്ടം മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതിന്റെ പരിശീലകരും നൽകിയ ഹർജിയിൽ വിധി പറഞ്ഞത് ഇവരുടെ ആവശ്യങ്ങൾ, അതായത് സർക്കുലർ സ്റ്റേ ചെയ്യണം, ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ സ്റ്റേ ചെയ്യണം എന്നടക്കമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ സ്റ്റേ ചെയ്യണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ആണ് ഹൈക്കോടതി വിസമ്മതിച്ചത്. ഈ സ്റ്റേ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തത്. ഇത് സംബന്ധിച്ച് നേരത്തെ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി ഈ ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരുന്നത് ഈ ഉത്തരവ് നിയമപരമല്ല, കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ് ഈ സംസ്ഥാന ഗതാഗത വകുപ്പ് കമ്മീഷണറുടെ സർക്കുലർ. അതുകൊണ്ട് തന്നെ സർക്കുലർ റദ്ദാക്കണം. സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണ്. ഈ മോട്ടോർ വാഹനം ഡ്രൈവിംഗ് പരിശീലകരുമായി ബന്ധപ്പെട്ട അടക്കം ഒരു ചർച്ചയും സർക്കാർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമായ ഒരു ഉത്തരവാണ്. ഇത് റദ്ദാക്കണം എന്നതായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ചട്ടമോ കേന്ദ്ര സർക്കാരിന്റെ ചട്ടമോ ഇതിന്റെ നിബന്ധനകളെ കുറിച്ച് വിവരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന് പ്രത്യേകമായി നിബന്ധനകൾ തയ്യാറാക്കാൻ കഴിയില്ല എന്നടക്കമുള്ള വാദങ്ങളാണ് ഈ പരിശീലകർ ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ഈ വാദങ്ങൾ തള്ളിയാണ് ഹൈക്കോടതി ജസ്റ്റിസ് കൗസർ എടപ്പാളത്തെ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഇതിൽ തീരുമാനമെടുത്തിരിക്കുന്നത്, ഈ ഹർജിയിൽ തീരുമാനമെടുത്തത്. ശ്യാം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ സമരത്തിന് ആക്കം കൂടുന്ന ഘട്ടത്തിലാണ് വിധിന്യായം ഉണ്ടാകുന്നത്. ഇതിനെതിരെ ആരാണ് ഹർജി നൽകിയിരിക്കുന്നത്? അവർ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജിയുമായി പോകാൻ സാധ്യതയുണ്ടോ, അപ്പീലുമായി? സ്വാഭാവികമായും ഇതിൽ മേൽ ഒരു അപ്പീലുമായി പോകാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ഒപ്പം പരിശീലകർ ഉൾപ്പെടെയുള്ള അവരുടെ അസോസിയേഷനാണ് ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ നൽകിയിരുന്നത്. സിംഗിൾ ബെഞ്ച് മോട്ടോർ വെഹിക്കിൾ വാഹന നിയമത്തിലെ ചട്ടങ്ങൾ ചോദ്യം ചെയ്താണ് ഈ ഹർജി നൽകുകയും ചെയ്തിരുന്നത്. ഇതിന്മേൽ നേരത്തെ ജസ്റ്റിസ് എൻ നഗരേഷും പിന്നീട് കൗസർ എടപ്പാളത്തും വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇന്ന് വിധി പറഞ്ഞത്. ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ പരിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് ഗതാഗത വകുപ്പ് കമ്മീഷണർ നേരത്തെ തീരുമാനിച്ചിരുന്നത്, സർക്കുലർ അനുസരിച്ച് തീരുമാനിച്ചിരുന്നത്. എന്നാൽ CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിന്മേൽ വളരെ വലിയ രീതിയിലുള്ള എതിർപ്പുമായി മുന്നോട്ട് വന്നു. ഈ പരിഷ്കരണം നടപ്പാക്കരുത്, പിൻവലിച്ച് ചർച്ച നടത്തണമെന്ന ആവശ്യമടക്കം ഇവർ ഉന്നയിച്ചിരുന്നാൽ ഇത് സ്റ്റേ ചെയ്യണം. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ആദിൽ പാലോട് നമ്മോടൊപ്പം ഉണ്ട്. അതിൽ ഏതായാലും ഹൈക്കോടതി കൂടി ശരിവെച്ചതോടുകൂടി ഇക്കാര്യത്തിൽ എന്തായാലും സംസ്ഥാന ഗതാഗത വകുപ്പ് നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെ എതിർപ്പുണ്ടായാലും പരിഷ്കരണവുമായി മുന്നോട്ട് പോകുമെന്ന് KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം കൂടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് ഹൈക്കോടതി വിധിയോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ പരിഷ്കരണ നടപടികൾ സാധൂകരിക്കപ്പെടുകയും ചെയ്തു. ഇതിന് എതിരായ ഒരു വേർഷൻ ഉണ്ടാവുമല്ലോ, അവരെന്ത് പറയുന്നു? നമുക്കിപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് CITUവിൻ്റെ ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ CITUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത്? ഈ വിധി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു സർക്കാർ. അതായത് 15 ഉദ്യോഗസ്ഥരെ പരസ്യ വിചാരണ എന്ന് പറഞ്ഞ് മുട്ടത്തറ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ, ഗവൺമെൻറ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരുത്തുകയും അതിന് ഒരു കാൻഡിഡേറ്റിനെ 4 ഉദ്യോഗസ്ഥരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ആ കുട്ടിയെ പീഡിപ്പിച്ചു. അത് ഈ 98 പേര് ടെസ്റ്റ് ചെയ്തതിൽ 5 പേരാക്കി നിജപ്പെടുത്തിയിട്ട് ഈ തെറ്റായ ഈ വീഡിയോ കോടതി കേരളം മുഴുവനും ഇതാണ് നടക്കണതെന്നും പറഞ്ഞാണ് കാണിച്ചത്. അത് കോടതി ഹാജരാക്കിയതിൻ്റെ പുറത്താണ് ഈ കോടതി ഇത് തള്ളിപ്പോയത്. ഇതിന് നമ്മൾ പ്രതിഷേധിച്ച് നമ്മളെ മേൽ കമ്മിറ്റിയായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമരമാർഗവും പിന്മാറുന്നില്ല. സമരമാർഗവും തിങ്കളാഴ്ച മുതൽ കുറച്ചുകൂടെ കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോടതി വിധി വന്നിരിക്കുന്നു നിങ്ങൾക്കെതിരായി. ഈ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണോ? അതെ, തീർച്ചയായും സമീപിക്കും. അതും മാത്രമല്ല, അനുബന്ധിച്ച്
ഞങ്ങൾ സമരമാർഗമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ലല്ലേ, സമരം തുടരും. ഇപ്പോൾ ബഹിഷ്കരണം ഉണ്ടായിരുന്നു നികേഷ്. ഇപ്പോൾ ഞാനിപ്പോഴുള്ളത് മുട്ടത്തറ തിരുവനന്തപുരം RTOയുടെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലാണ്. ഇവിടെ 18 പേരാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഒരാളും ഇവിടെ എത്തിയിരുന്നില്ല. ഇത് ബഹിഷ്കരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. മറ്റു ചിലർ കൂടിയുണ്ട്. എങ്ങനെയാ ചേട്ടാ? നമ്മൾ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ഇനി ഇത് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ പോകും. അത് നിങ്ങൾക്ക് കൂടി നഷ്ടമല്ലേ? ഞങ്ങൾക്ക് നഷ്ടം അംഗീകരിക്കില്ല. കാരണം ഞങ്ങൾ ജീവിത പ്രശ്നമാണ്. അതിലാണ് ഇപ്പോൾ ഇതുപോലുള്ള ഈ തെറ്റിദ്ധാരണകളും വിധിയും ഒക്കെ വന്നിരിക്കുന്നത്, സർക്കുലറിലൊക്കെ വന്നിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതിപ്പോൾ പൊതുവിലുള്ള ചർച്ച, ഇങ്ങനെ ഒരു നിയമം വന്നാൽ, ഇങ്ങനെ ഒരു സർക്കുലർ വന്നാൽ കൂടുതൽ നിലവാരം, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ നിലവാരം എന്നാണ് മന്ത്രി പറയണത്. ഞങ്ങൾ അതിന് എതിരല്ല. ടെസ്റ്റ് എത്ര കൂടെ സ്ട്രിക്റ്റ് ആയിക്കോട്ടെ, അതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഡ്രൈവിംഗ് സാധാരണക്കാരായ സ്കൂളുകാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം ആ സർക്കുലറിൽ ചേർക്കാൻ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതായത് 15 കൊല്ലത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ അതിന് റദ്ദ് ചെയ്യുക, പുതിയ ഹൈടെക് വാഹനങ്ങൾ അതിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർക്ക് ഉടനെ തന്നെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഗിയറുള്ള വാഹനത്തിൽ കാൽപാദം കൊണ്ടുള്ള ഗിയറുള്ള വാഹനമേ ഉപയോഗിക്കാവൂന്നാണ് പറയുന്നത്. സ്കൂട്ടറിന്, 2 വീലറിന്. അതിനകത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഗിയറുള്ള ഏത് വാഹനമാണെങ്കിലും അതിൽ ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കൊടുക്കണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് ആക്ടിൽ നിയമമുണ്ട്. അത് കേരള ഗവൺമെൻറ് വെട്ടി കുറച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. സ്ലോട്ടുകൾ 30 കുറച്ചതിലും പ്രതിഷേധമുണ്ട്. 180 2 ബാച്ചായിട്ട് 180 ഫെയിൽ ഉൾപ്പെടെ 180 ടെസ്റ്റ് നടന്ന ഗ്രൗണ്ടാണിത്. 2 ബാച്ചായിട്ട്, ഒരു ബാച്ചിൽ 90 പേര്. അതിൽ നിന്ന് ഈ 2 ബാച്ചും കൂടെ 40+20 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. 60 ഡ്രൈവിംഗ് സ്കൂൾ ഈ മേഖലയിലുണ്ട്. 60 ആക്കിയാലും പറ്റില്ല. 60 ആക്കിയാലും പറ്റില്ല. പഴയ രീതിയിൽ 98-ലെ സംവിധാനമാണ് 60+ ഫെയിൽഡ് 90 എന്നും പറഞ്ഞു വന്നത്. നേരത്തെ CITU മുഖ്യമന്ത്രിയെ കാണുകയും ഇതിലൊരു സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇനി എന്താ, മുഖ്യമന്ത്രിയെ ഇടപെടിക്കാൻ ആലോചനയുണ്ടോ? മുഖ്യമന്ത്രി ഇടപെടുത്താൻ ആലോചനയുണ്ട്. നമ്മുടെ CITUവിൻ്റെ സെക്രട്ടറി മുഖ്യമന്ത്രിയെ കണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നതാണ്. ഉടനെ തന്നെ മുഖ്യമന്ത്രിയെ കാണും. ഈ കോടതി വിധി നിയമ നടപടിയായി മുന്നോട്ട് പോകും. സമരവും തുടരും. ഇത് തന്നെയാണ് ഇവരുടെ നിലപാട്. ഇന്ന് 18 പേർ മുട്ടത്തറ ഗ്രൗണ്ടിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ആരും തന്നെ എത്തിയില്ല. 10:30 വരെയാണ് ഇതിനുള്ള സമയമുണ്ടായിരുന്നത്. 10 മണിക്കകം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ ആരും പ്രവേശിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും മുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്താകെയുള്ള കാഴ്ച ഇത് തന്നെയാണ്. MVD ഉദ്യോഗസ്ഥർ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞവർ മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഇപ്പോൾ സാധാരണഗതിയിൽ ആകെ 86 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളുള്ളതിൽ 7 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഒരു സംവിധാനമുള്ളത്. അല്പമെങ്കിലും ഇതിനൊക്കെയുള്ള സംവിധാനമുള്ളത്. MVI ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരോട് ചോദിക്കാം. സാറേ, എന്താ അവസ്ഥ? ഞങ്ങൾ ടെസ്റ്റിന് ആരും പങ്കെടുക്കാത്തതുകൊണ്ട് പലതവണ വിളിച്ചു, ആരും ഹാജരാവാത്ത സാഹചര്യത്തിൽ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വേറെ ഡ്യൂട്ടി ആയിട്ട് പോവുകയാണ്. ഇതിപ്പോൾ എത്ര പേര് ഉണ്ടായിരുന്നു സാർ? ഇന്നിവിടെ 18 പേരുണ്ടായിരുന്നു. അവരെ വിളിച്ചു പലതവണ വിളിച്ചു, ആരും ഹാജരായില്ല, ടെസ്റ്റിന് ഹാജരായില്ല. നമുക്ക് സാർ, നമ്മളിപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ വന്നാൽ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുമോ? സ്വകാര്യ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. അതിൽ ഡാഷ് ക്യാം ഒക്കെ വേണമെന്നൊരു നിർദ്ദേശമുണ്ട്. അതൊക്കെ അങ്ങനെയുണ്ടോ? അത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഡാഷ് ക്യാം ഇല്ല എന്നുള്ള വിവരം അതിനകത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. പക്ഷേ ടെസ്റ്റ് നടത്തും. സ്വകാര്യ വാഹനങ്ങളുമായി വരാനാണ് ആളുകളോട് പറയുന്നത്. സ്വകാര്യ വാഹനങ്ങളായിട്ട് വരുന്നതിനെ മാക്സിമം ഞങ്ങൾ പ്രോത്സാഹനം ചെയ്യും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പലതരം പരിഷ്കാരങ്ങളുണ്ടല്ലോ. കയറ്റത്തിലേക്ക് കയറണം, ഒപ്പം പാർക്കിംഗ് വേണം. ഇതൊക്കെ നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ടോ? അത് റോഡ് ടെസ്റ്റിലാണ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിലവിൽ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഗ്രേഡിയൻ ടെസ്റ്റ്, പിന്നെ ടേണിങ്ങിൽ എങ്ങനെ വണ്ടി തിരിയണം, പിന്നെ റിവേഴ്സ് പാർക്കിംഗ് തുടങ്ങിയ സംഗതികളെല്ലാം തന്നെ റോഡിൽ ഓടിപ്പിക്കുന്ന സമയത്താണ് ഇപ്പം നിലവിൽ ചെക്ക് ചെയ്യുന്നത്. അത് ഇവിടെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് ഇനിയും തുടരും. ഏതായാലും ഇപ്പോൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു നിർദ്ദേശം വരുമല്ലോ. അപ്പോൾ അതിനനുസൃതമായി എല്ലാ ദിവസവും വരും. ആവശ്യമെങ്കിൽ ആളുകളെ കയറ്റിവിടും. ബില്ലിംഗ് ആയിട്ട് ആൾ വന്നു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥനാണല്ലോ. കൃത്യമായിട്ട് ഞാൻ ചെയ്യും. ഞങ്ങൾ ചെയ്യും ആണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പോൾ 30 പേർക്ക് മാത്രമേ വരാൻ കഴിയുന്നുള്ളൂ. 60 പേരെ വരെ എടുക്കാം എന്നൊക്കെ മന്ത്രിതലത്തിൽ ചർച്ചയായി എന്നൊരു സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ നിർദ്ദേശം വല്ലതും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഇപ്പം നിലവിൽ നിർദ്ദേശം വന്നിട്ടില്ല. അത്ര നിർദ്ദേശം വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സോഫ്റ്റ്വെയർ ചെയ്യുന്ന മോഡിഫിക്കേഷനാണ്. അത് ഞങ്ങൾ അറിയണമെന്നില്ല. സോഫ്റ്റ്വെയറിലെ ആൾക്കാർ, ഞങ്ങളിവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ആ പ്രിന്റിൽ എത്ര പേരുടെ പേരാണോ വരുന്നത് അവരെ മുഴുവൻ ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും.
ഇത് തന്നെയാണ് ഇന്ന് 18 പേരുണ്ടായിരുന്നു മുട്ടത്തറയിലെ ഗ്രൗണ്ടിൽ. അതിൽ ആരും തന്നെ അകത്തേക്ക് കയറിയില്ല, ആരും ഹാജരായില്ല. അതുകൊണ്ട് ഇന്നത്തെ ടെസ്റ്റിംഗ് മുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അടുത്ത ഡ്യൂട്ടികൾക്കായി ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ കണ്ടതും. ഏതായാലും വലിയ പ്രതിഷേധം ഈ ഹൈക്കോടതി വിധി എതിരായപ്പോൾ തന്നെ പ്രതിഷേധം തുടരും, സമരം തുടരും. ഒപ്പം നിയമ നടപടികളും ഇതിനനുസൃതമായി നടത്തും, മേൽക്കോടതികളെ സമീപിക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിക്കുന്നു. ഇതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയെ വിവരം ധരിപ്പിച്ച് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാൻ ഇടപെടുമെന്നും CITU നേതാക്കൾ പ്രതികരിക്കുന്നു. മോട്ടോർ ഡ്രൈവിംഗ് ഉടമകളാകെ ഇവിടെ പ്രതിഷേധത്തിലുമാണ്. നികേഷ്, അതിൽ പലരോടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതി വിധി. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. സർക്കുലർ റദ്ദാക്കണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു.